രാജിക്ക് പിന്നാലെ ഏറ്റുമുട്ടി ഡോക്ടർ എം കെ മോഹൻദാസും സംസ്ഥാന സർക്കാരിൻ്റെ അവയവദാന ഏജൻസിയായ കേസ് ഓട്ടോയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറും 2 കൊല്ലത്തിനിടെ ഡോക്ടർ എം കെ മോഹൻദാസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടത്തിയത് ഒരേ ഒരു മരണാനന്തര അവയവദാനം മാത്രമെന്ന് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബിൾ ഗ്രേഷ്യസ് പറയുന്നു. മരണാനന്തര വൃക്കദാനങ്ങളുടെ കണക്ക് വ്യക്തമാക്കി ഡോക്ടർ എം കെ മോഹൻദാസ് തിരിച്ചടിച്ചു. 2 വർഷത്തിനിടെ എം കെ മോഹൻദാസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടത്തിയത് ഒരേ ഒരു മരണാനന്തര അവയവദാനം മാത്രമെന്ന് കേസ് ഓട്ടോ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബിൾ ഗ്രേഷ്യസ്. കള്ളം പറയുന്ന കേസ് ഓട്ടോ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കേരളത്തിന് അപമാനമാണെന്ന് ഡോക്ടർ എം കെ മോഹൻദാസ് തിരിച്ചടിച്ചു. 2015 മുതലുള്ള മരണാനന്തര വൃക്കദാനങ്ങളുടെ കണക്ക് നിരത്തിയാണ് എം കെ മോഹൻദാസിന്റെ മറുപടി. ിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മരണാനന്തര അവയവദാനം നടന്നില്ല എന്നാണ് കേസോട്ടോ ഡയറക്ടർ പറയുന്നതെന്നും 8 അവയവദാനം നടന്ന സ്ഥാനത്ത് 1 എന്ന് കള്ളം പറഞ്ഞ കേസോട്ടോ ഡയറക്ടർ രാജിവെക്കണമെന്നും ഡോക്ടർ എം കെ മോഹൻദാസ് ഫേസ്ബുക്കിൽ കുറിച്ചു. കേസോട്ടോ ഡയറക്ടർ രാജിവെച്ചു മാപ്പു പറഞ്ഞില്ലെങ്കിൽ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസ് കൊടുക്കുമെന്നും ഡോക്ടർ എം കെ മോഹൻദാസിന്റെ തുടർ പ്രതികരണം. നന്നായി വീർത്ത ബലൂണിന് താൻ ഒരു വലിയ സംഭവമാണെന്ന് തോന്നി എന്ന ചെറു കവിത വാട്സാപ്പ് സ്റ്റാറ്റസ് ഇട്ടായിരുന്നു കേസോട്ടോ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബിൾ ഗ്രേഷ്യസിന്റെ മറുപടി. കേസോട്ടോ വെബ്സൈറ്റിലെ വിവരങ്ങൾ പ്രകാരം 2025 തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടന്നത് ഒരു അവയവദാനം മാത്രമെന്ന കണക്കും പിന്നാലെ പുറത്തു വന്നു. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.